The universe is something that we cannot explain completely. Here we are discussing such a topic, Questioning the Universe by Stephen Hawking. FIUGP AEC സയൻസ് വിദ്യാർത്ഥികൾക്കുള്ള ടെക്സ്റ്റിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് ക്വസ്റ്റ്യനിങ് ദ യൂണിവേഴ്സ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ പ്രോമിനന്റ് ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ആൻഡ് സയന്റിസ്റ്റ്. വളരെ പ്രശസ്തനായ ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ്, അതേപോലെ കോസ്മോളജിസ്റ്റ് ആണ്. ആൻഡ് ഹി ഈസ് മെയിൻലി നോൺ ഫോർ ഹിസ് ഡിസ്കവറി ഓഫ് ബ്ലാക്ക് ഹോൾ by linking general relativity with the law of quantum mechanics. ക്വാണ്ടം തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ബ്ലാക്ക് ഹോൾ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ക്വാണ്ടം തിയറി അല്ലെങ്കിൽ ഹോക്കിംഗ് റേഡിയേഷൻ, ബ്ലാക്ക് ഹോൾ തിയറി, ഇതൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്. ആൻഡ് ഹി സ്റ്റഡീഡ് ഓൺ ബ്ലാക്ക് ഹോൾ എമിറ്റ് റേഡിയേഷൻ നോൺ ആസ് ഹോക്കിംഗ് റേഡിയേഷൻ. ഹോക്കിംഗ് റേഡിയേഷൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠിച്ച വ്യക്തിയാണ്. അതായത് സൂര്യനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള സ്റ്റാർസ് നശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ബ്ലാക്ക് ഹോൾ. ദാറ്റ് മീൻസ് ബ്ലാക്ക് ഹോൾ സക്സ് അപ്പ് എവറിഥിങ് നിയർ ഇറ്റ്സ് സറൗണ്ടിങ്സ്. ബ്ലാക്ക് ഹോൾ, അതായത് സൂര്യനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള സ്റ്റാർസ് നശിക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്. ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്ന സമയത്ത് അതിനടുത്തുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാ മാറ്ററിനെയും അത് ആകർഷിക്കും. ആൻഡ് ഇറ്റ് ഗ്രോ ബിഗർ. അത് ബിഗറായി മാറും. അതായത് അതിൻ്റെ അടുത്തുള്ള എല്ലാ മാറ്ററും ആകർഷിച്ച് അത് വലിപ്പമുള്ളതായി മാറുന്നു. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡെൻസ്. വളരെ തിക്കായിട്ടുള്ള അല്ലെങ്കിൽ പ്രകാശത്തെ പോലും കടത്തിവിടാത്ത, ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവിങ് ആണ് പ്രകാശം. ആ പ്രകാശത്തെ പോലും കടത്തിവിടാത്ത ഈ ബ്ലാക്ക് ഹോളിന് അത് വലുതായി മാറുന്നു. അതായത് അതിൻ്റെ സമീപ പ്രദേശത്തുള്ള എല്ലാ മാറ്ററും ആകർഷിച്ച് വലിപ്പമുള്ളതായി മാറുന്നു. ആൻഡ് ഇങ്ങനെ ആകർഷിക്കുന്ന സമയത്ത് ഇറ്റ് അട്രാക്ട്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്ഡ് മെറ്റീരിയൽസ്. ആൻറ്റി ചാർജ്ഡ് മെറ്റീരിയൽസിനെയും ആകർഷിക്കുന്നു. അങ്ങനെ ആൻറ്റി ചാർജ്ഡ് മെറ്റീരിയൽസിനെ ആകർഷിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു ആകർഷണം ഉണ്ടാകുന്ന സമയത്ത് ആ ബ്ലാക്ക് ഹോളിനുള്ളിൽ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. ആ എക്സ്പ്ലോഷനിലൂടെ ഇറ്റ് ലോസസ് ഇറ്റ്സ് 50% ഓഫ് എനർജി. അതിൻ്റെ 50% എനർജി നഷ്ടപ്പെടുന്നു ആ ഒരു എക്സ്പ്ലോഷനിലൂടെ. അങ്ങനെ എക്സ്പ്ലോഷനിലൂടെ 50% എനർജി നഷ്ടപ്പെട്ട ഈ ബ്ലാക്ക് ഹോൾ മറ്റ് ചാർജസിനെ ആകർഷിക്കാൻ കഴിയാതെ അത് സ്വയം നശിച്ചു പോകുന്നു. അതിനെയാണ് ഹോക്കിംഗ് റേഡിയേഷൻ എന്നറിയപ്പെടുന്നത്. ആ ഒരു പ്രതിഭാസത്തിലൂടെ ശ്രേഷ്ഠനായ വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഈസ് ഹിസ് ഓട്ടോബയോഗ്രഫി. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ആൻഡ് ദ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് സ്പേസ് ടൈം, ദ യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ എക്സെട്ര ആർ ഹിസ് നോട്ടബിൾ വർക്ക്സ്. അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ദ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് സ്പേസ് ടൈം, ദെൻ ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ. At the age of 20, he was diagnosed with a nervous disorder called amyotrophic lateral sclerosis. AIS എന്ന രോഗം ബാധിക്കുന്നു. അദ്ദേഹത്തിന് 20-ാമത്തെ വയസ്സിലാണ്. നെർവസ് ഡിസോർഡർ ആണ്. ആൻഡ് ഹി ഓവർകം ദ ചാലഞ്ചസ് വിത്ത് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹി വാസ് വൺ ഓഫ് ദി യങ്ങസ്റ്റ് വൺ ടു ബി ഇലക്റ്റഡ് ടു ദ റോയൽ സൊസൈറ്റി ആൻഡ് വാസ് മെയ്ഡ് ദ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ 1982. വളരെ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അതേപോലെ തന്നെ റോയൽ സൊസൈറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. Stephen Hawking's our only chance of long-term survival is not to remain inward looking on planet Earth but to spread our attention to the other planets. സ്റ്റീഫൻ ഹോക്കിങ്സ് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ മാത്രം നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ, മറ്റ് പ്ലാനറ്റിലും കൂടി നമ്മളുടെ ശ്രദ്ധകൾ നമ്മൾ കേന്ദ്രീകരിക്കണം. ആൻഡ് ക്വസ്റ്റ്യനിങ് ദ യൂണിവേഴ്സ് ഇസ് എ ടെഡ് സീരീസ് ഓർ ടെഡ് ടോക്ക് ഇൻ 2008 നടത്തിയ ഒരു ടോക്ക് സീരീസ് ആണിത്. ആൻഡ് ദർ ഈസ് നത്തിങ് ബിഗർ ദാൻ ഓർ ഓൾഡർ ദാൻ ദ യൂണിവേഴ്സ്. ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചമാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒന്ന്. ആൻഡ് in this talk series or in this TED talk, he explains the fundamental question of the origin and nature of the universe and the possibility of extraterrestrial life.
ഈ ടെഡ് സീരീസിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു ടോക്ക് ഷോ ആണ്, അല്ലെങ്കിൽ ഒരു ടോക്ക് സീരീസ് ആണ്. ഇതിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണമാണ്. അതിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇത് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് അടിസ്ഥാനപരമായിട്ടും 2 ചോദ്യങ്ങളാണ്, മൂന്നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആദ്യമായിട്ട് ചോദിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, അതിന്റെ സ്വഭാവം എന്താണ്, അതാണ് അതിന്റെ ഫണ്ടമെന്റൽ ബേസിക് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ദ പോസിബിലിറ്റി ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്, അതായത് ഏലിയൻ ലൈഫ് ഫോറിൻ, അല്ലെങ്കിൽ എന്താ പറയാ അന്യഗ്രഹ ജീവികൾ, ഏലിയൻസ് ഈ ഭൂമിയിലുണ്ടോ, അവയുടെ നിലനിൽപ്പുണ്ടോ, ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി റേസസ് ദ ക്വസ്റ്റ്യൻ ലൈക്ക് വേർ ഡിഡ് വി കം ഫ്രം. അദ്ദേഹം പല ചോദ്യങ്ങളും പറയുന്നു, അതായത് അതിന് ഉത്തരങ്ങൾ പറയുന്നു, നമ്മൾ എങ്ങനെയാണ് വന്നത്, ഈ ഭൂമിയിലേക്ക് വന്നത്. ആൻഡ് ഹൗ ഡിഡ് ദ യൂണിവേഴ്സ് കം ഇൻ ടു എക്സിസ്റ്റൻസ് ഓർ കം ഇൻ ടു ബീയിങ്, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി. ആൻഡ് ആർ വി എലോൺ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ, അതായത് മനുഷ്യർ മാത്രമാണോ, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുണ്ടോ. ഇസ് ദെയർ ഏലിയൻ ലൈഫ് ഔട്ട് ദെയർ, ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലാതെ, അതായത് ഭൂമിയിൽ മനുഷ്യരുള്ളത് പോലെ മറ്റ് പ്ലാനറ്റ്സുകളിൽ ഏലിയൻസ് ഉണ്ടോ, അന്യഗ്രഹ ജീവികളുണ്ടോ. ആൻഡ് വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ റേസ്, മനുഷ്യവർഗത്തിന്റെ ഭാവി എന്താണ്, തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറയും. ടിൽ 1920s everyone believed that the universe is static and unchanging in time. 1920 വരെ എല്ലാവരും വിശ്വസിച്ചത് ഈ പ്രപഞ്ചം സ്റ്റാറ്റിക് ആണ്, അതായത് നോട്ട് മൂവിങ്, അതിന് മാറ്റമില്ലാതെ ഒരു സ്ഥലത്ത് തന്നെ ഉള്ള ഉറച്ച ഒരു സംഭവമാണ് എന്നാണ് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത്. അതേപോലെ തന്നെ അൺചേഞ്ചിങ് ഇൻ ടൈം, അതായത് കാലക്രമത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാത്ത സ്ഥിരമായിട്ടുള്ള ഒന്നാണ് പ്രപഞ്ചം എന്നാണ് വിശ്വസിച്ചിരുന്നത്. Then discoveries prove that the universe is expanding and the distant galaxies were moving away from us, which means that they might have been closer together in the past. അതായത് പിന്നീട് പഠനങ്ങൾ അതിന് നടത്തുകയും ആ പഠനത്തിലൂടെ ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും തെളിയിക്കപ്പെട്ടു. അതേപോലെ തന്നെ വിദൂരമായിട്ടുള്ള ഗാലക്സികൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നു, അവ പിന്നീട് ഒന്നു ചേരുകയും അതേപോലെ തന്നെ ഏകദേശം ഒരു 15 ബില്യൺ വർഷങ്ങളാകുന്ന സമയത്ത് വി മേ ഹാവ് ഓൾ ബീൻ ടോപ്പ് ഓഫ് ഈച്ച് അതർ, ഈ പ്ലാനറ്റ്സ്, അകന്നകന്നു പോയ പ്ലാനറ്റ്സ് വീണ്ടും ഒരുമിച്ച് ചേരുമെന്നും അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടന്നിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് വളരെ വിദൂരമായിട്ടുള്ള ഗാലക്സികള് അവ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഒന്നായി മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആൻഡ് ദിസ് ഈസ് ദ ബിഗ് ബാങ് തിയറി ഓർ ദ ബിഗിനിങ് ഓഫ് ദ യൂണിവേഴ്സ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തെ കുറിച്ച് പറയുന്ന ഈ തിയറിയാണ് ബിഗ് ബാങ് തിയറി. അങ്ങനെ നമ്മൾ ഈ അകന്നകന്ന് ഗാലക്സികൾ പോകുന്നതോടുകൂടി നമ്മളായിരിക്കും, അല്ലെങ്കിൽ ഈ ഭൂമി ആയിരിക്കും ഏറ്റവും ടോപ്പിൽ എത്തുക എന്ന ആ ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. ആൻഡ് ദ തിയറി ഓഫ് ദ യൂണിവേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. ഈ പ്രപഞ്ച തിയറിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദർ ആർ ലോസ് ലൈക്ക് മാക്സ്വെൽസ് ഇക്വേഷൻസ് ആൻഡ് the general relativity theory that determine the evolution of the universe is the first one, and the second one is no question regarding the initial state of the universe. ആദ്യത്തെ തിയറി പല സിദ്ധാന്തങ്ങളും ഉണ്ട് എങ്കിലും, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന പല സിദ്ധാന്തങ്ങളിലുണ്ട് എങ്കിലും അതിൽ ജനറൽ റിലേറ്റിവിറ്റി തിയറിയും അതേപോലെ തന്നെ ഈ ബിഗ് ബാങ് തിയറിയുമാണ് ശ്രേഷ്ഠമായിട്ട്. സെക്കൻഡ് സെഷൻ ഡിസ്കസസ് ദ പോസിബിലിറ്റി ഓഫ് ലൈഫ് ബിയോണ്ട് ദ എർത്ത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ പോസിബിലിറ്റി ഓഫ് ലൈഫ് ബിയോണ്ട് എർത്ത്, ഈ ഭൂമിയിലല്ലാതെ മറ്റ് ഏതെങ്കിലും പ്ലാനറ്റിൽ ജീവനുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആൻഡ് വി കനോട്ട് received any concrete evidence of alien civilization, though we reflect on the presence of life beyond our planet. അതായത് മറ്റ് ഗ്രഹങ്ങളിലും ജീവന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും ഇതുവരെ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് there are researches conducted by organizations such as SETI scientists but do not possess any reliable data regarding the possibility of life. The projects means search for extraterrestrial intelligence.
ആ പ്രോജക്ട്സുകൾ, അതായത് ഈ ഭൂമിക്കും അപ്പുറത്ത് ഏലിയൻ ലൈഫ് ഉണ്ടോ എന്ന ആ ഒരു പഠനങ്ങളാണ് സെറ്റി പ്രോജക്ട്സ്. അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഇതുവരെ നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. ആൻഡ് വി ഡു നോട്ട് നോ ഹൗ ലൈഫ് ഫസ്റ്റ് അപ്പിയർഡ്. ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ആദ്യം ജീവൻ ഉണ്ടായി എന്നും നമുക്ക് വ്യക്തമായ അറിവില്ല. ആൻഡ് വി ഹാവ് two observations regarding the possibility of life on Earth. The first one is we have fossils of algae from 3.5 billion years ago. ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ഫോസിലുകൾ, ആൽഗയുടെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് പറയുന്നത്. അതായത് ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജീവൻ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവതാണ്. ആൻഡ് ദ എർത്ത് വാസ് ഫോംഡ് 4.6 ബില്യൺ ഇയേഴ്സ് എഗോ ആൻഡ് വാസ് പ്രോബബ്ലി ടു ഹോട്ട് ഫോർ എബൌട്ട് ദ ഫസ്റ്റ് ഹാഫ് ബില്യൺ ഇയേഴ്സ്. അതായത് ഭൂമിയിൽ ആദ്യം വളരെ ചൂടായിരുന്നു എന്നും അതുകൊണ്ട് ഈ ജീവന് നിലനിൽപ്പില്ലായിരുന്നു എന്നും ഭൂമി ഉണ്ടായതിനു ശേഷം, അതായത് പിന്നീട് ഈ ഭൂമി തണുത്തതിന് ശേഷം ജീവന്റെ അംശം ഉണ്ടായി അല്ലെങ്കിൽ ജീവന്റെ ഉത്ഭവം ഉണ്ടായി എന്നും പറയപ്പെടും. ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ദി ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ റേസ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ ഭാവി എന്താണ്, മനുഷ്യവർഗത്തിന്റെ ഭാവി എന്താണ്? ആൻഡ് ഈവൻ ദോ വി ആർ ഇന്റലിജന്റ്, വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് വി സർവൈവ് ആൻഡ് കണ്ടിന്യൂ ഇൻ ദിസ് എർത്ത്. നമ്മൾ മനുഷ്യര് വളരെ ബുദ്ധിജീവികളാണ്. ഇവര് എന്ത് ചെയ്യണം? വി ഹാവ് ടു സർവൈവ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം. നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ ആ ഒരു നിലനിൽപ്പിന് ഭീഷണിയാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വി ആർ ഇൻക്രീസിംഗ്ലി മിസ്യൂസിങ് അവർ എർത്ത് ആൻഡ് യൂസ് ഫൈനൈറ്റ് റിസോഴ്സസ് ഇൻക്രീസിംഗ്ലി അലോങ് വിത്ത് ടെക്നിക്കൽ എബിലിറ്റി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ ഫൈനൈറ്റ് റിസോഴ്സസ്, ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് റിസോഴ്സസ് ഉണ്ട്, നമുക്ക് ഉപയോഗിച്ചാൽ തീരുന്ന പോലെയുള്ള റിസോഴ്സസ്, അത് നമ്മൾ നശിപ്പിച്ച് കളയുന്നു. അതായത് ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്ത് നമ്മൾ ഈ പ്രപഞ്ചത്തിന് ഭീഷണിയാകുന്നുണ്ട്. And he concludes by highlighting the importance of continuous exploration of the universe to ensure the survival of humanity. അതിൽ നമ്മൾ ഇവിടെ ഈ ഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ പറഞ്ഞു ദ ലാസ്റ്റ് സ്റ്റാൻഡ്, അതായത് ഡീഫോറസ്റ്റേഷനിലൂടെ, അതേപോലെ തന്നെ നമ്മൾ മറ്റ് അതായത് ഈ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്ന സമയത്ത്, അതേപോലെ പാടങ്ങളൊക്കെ നികത്തുന്ന സമയത്ത് നദികൾക്ക് ഒഴുകി പോകാൻ പറ്റാത്ത അവസ്ഥ, അതേപോലെ നദികളില്ലാത്ത അവസ്ഥ, വെള്ളം ഇല്ലാത്ത അവസ്ഥ, ആൻഡ് ദ ചേഞ്ച് ഇൻ ക്ലൈമറ്റ്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ കാരണം മനുഷ്യന് ഭൂമിയിൽ നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അടുത്ത് പഠനങ്ങൾ വന്നു, അതായത് ഇടിമിന്നലിലൂടെ ഉള്ള നാശനഷ്ടങ്ങളായിരിക്കും ഇനി ഉണ്ടാകുന്നത്. ഈ കുറച്ചു മുന്നേ പ്രളയങ്ങളായിരുന്നു. ആ പ്രളയങ്ങളിലൂടെ മനുഷ്യന് നിലനിൽപ്പില്ലാത്ത അവസ്ഥ, അതായത് പ്രളയത്തിലൂടെ ആ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങളിലൂടെ മനുഷ്യന് പ്രകൃതിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം മനുഷ്യന്റെ പ്രവർത്തികളിലൂടെയാണ് ആ ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്നത്. അതേപോലെ ഇപ്പം പഠനങ്ങൾ തെളിയിക്കുന്നത് ഇടിമിന്നലിലൂടെ ആ ഒരു നാശനഷ്ടം മനുഷ്യന്റെ കൺട്രോളിനും അപ്പുറത്താവും. നമ്മൾ മിന്നൽ രക്ഷാ ചാലകമൊക്കെ ഉപയോഗിച്ചാൽ തന്നെയും ഇടിമിന്നലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ മനുഷ്യവർഗത്തിന്റെ നാശം ഉണ്ടാകും എന്നൊക്കെ പ്രവചനങ്ങളുണ്ട്. അപ്പൊ അതേപോലെ അദ്ദേഹം പറയുന്നത്, നമ്മളിങ്ങനെ ഈ റിസോഴ്സസ്, അത് ഫൈനൈറ്റ് ആയതും നോൺ ഫൈനൈറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ഉപയോഗിച്ചാൽ, അതായത് ഈ പ്രകൃതിയിലുള്ള നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാത്തപ്പം ഡീഫോറസ്റ്റേഷൻ നടക്കുന്ന സമയത്ത് കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് പോലെ നമ്മൾ ഇല്ലീഗൽ, അതായത് അർബനൈസേഷന്റെ പേരിലൊക്കെയാണ് ഈ മരങ്ങൾ മുറിക്കുന്നത്. അതേപോലെ അർബനൈസേഷൻ, അതേപോലെ തന്നെ ഫർണിച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യന്റെ ആ ഒരു ലക്ഷൂറിയസ് ലൈഫിന് വേണ്ടി നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ പ്രകൃതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ തന്നെയും അവന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, അതാണ് അദ്ദേഹം പറയുന്നത്. Then he concludes by highlighting the importance of continuous exploration of the universe.
അദ്ദേഹം പറയുന്നു നമ്മൾ തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അതായത് നമ്മളുടെ അന്വേഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്തിനാണ്? ടു എൻഷുർ ദ സർവൈവൽ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? ഇനി ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയില്ല എങ്കിൽ മറ്റു ഗ്രഹങ്ങളിൽ മനുഷ്യന് വസിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്തണം എന്നാണ് അദ്ദേഹം ഈ സീരീസിൽ പറയുന്നത്. ഇതിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ബ്ലാക്ക് ഹോൾ റേഡിയേഷൻ? അതെന്താണെന്ന് ചോദിക്കാം. ബ്ലാക്ക് ഹോൾ റേഡിയേഷൻ അല്ലെങ്കിൽ എന്താണ് ബ്ലാക്ക് ഹോൾ എന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ വാട്ട് ആർ ദി 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് ചാപ്റ്റർ? ഈ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്ന 3 ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.